ഗുഡ് മോർണിംഗ് കേരള. ഇന്ന് ഓഗസ്റ്റ് 31. ഏകദേശം 2134.5 കോടി ചെലവ് വരുന്നതും ഏകദേശം 8.73 കിലോമീറ്റർ ദൈർഘ്യമുള്ളതുമായ അനക്കാംപൊയിൽ കല്ലടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. കിഫ്ബിയുടെ മുൻകൈയിൽ നിർമ്മിക്കുന്ന കോഴിക്കോടിനും വയനാടിനും ഇടയിലുള്ള യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കാനും മലയോര പ്രദേശങ്ങളിലൂടെ സുരക്ഷിതവും വേഗതയേറിയതുമായ കണക്ടിവിറ്റി ഉറപ്പുവരുത്താനും ഈ പദ്ധതി സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കിഫ്ബിയുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന പുതിയ ഇടനാഴി താമരശ്ശേരി ഘാട്ട് റൂട്ടിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുകയും വടക്കൻ കേരളത്തിലുടനീളമുള്ള വ്യാപാര ടൂറിസം ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും കരുതുന്നു. പശ്ചിമഘട്ടത്തിലെ പാരിസ്ഥിതികമായി സെൻസിറ്റീവായ പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള തുരങ്ക റോഡ് നിർമ്മാണം ജൈവ വൈവിധ്യത്തെയും ജലപ്രവാഹത്തെയും ദുർബലമായ മലനിരകളുടെ ആവാസ വ്യവസ്ഥയെയും ബാധിക്കുമെന്ന് പരിസ്ഥിതി സംരക്ഷകർ മുന്നറിയിപ്പ് നൽകി. എറണാകുളത്തിന് ഒരു സന്തോഷ വാർത്ത. എറണാകുളത്ത് പുതിയ KSRTC ടെർമിനലിന് 12 കോടി അനുവദിച്ചു. എറണാകുളത്തെ കരിക്കമുറിയിൽ പുതിയ KSRTC ബസ് ടെർമിനൽ നിർമ്മിക്കുന്നതിന് 12 കോടി അനുവദിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ചു. നഗരത്തിലെ ഗതാഗത കേന്ദ്രത്തിൽ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾക്കായുള്ള ദീർഘകാല ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനായി നിലവിലുള്ള ദുർബലമായ സൗകര്യങ്ങൾക്ക് പകരമായാണ് നിർദ്ദിഷ്ട ടെർമിനൽ നിർമ്മിക്കുന്നത്. പുതിയ ടെർമിനൽ പൂർത്തിയാകുമ്പോൾ തിരക്ക് കുറയ്ക്കുകയും യാത്രക്കാരുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ പൊതുഗതാഗത റോഡുകളിലൊന്നായ എറണാകുളത്തിന് ആധുനിക സൗകര്യം നൽകുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓണം പ്രമാണിച്ച് റേഷൻ കടകളും സപ്ലൈകോ ഔട്ട്ലെറ്റുകളും ഇന്ന് തുറന്നു പ്രവർത്തിക്കും. ഓണാഘോഷം കണക്കിലെടുത്ത് ഓരോ കുടുംബങ്ങളിലേക്കും ആവശ്യ സാധനങ്ങൾ എത്തിക്കുന്നത് ഉറപ്പാക്കുവാൻ വേണ്ടിയാണ് ഇന്ന് ഞായറാഴ്ച ആയിട്ട് കൂടിയും കേരളത്തിലുടനീളമുള്ള റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കുക. റേഷൻ കടകൾക്ക് തിങ്കളാഴ്ച അവധിയായിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഇതോടെ ഈ മാസത്തെ റേഷൻ വിതരണം ഇന്ന് അവസാനിപ്പിക്കും. കൂടാതെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളും ഓണം മാർക്കറ്റുകളും ഇന്നും ഉത്രാട ദിനത്തിലും തുറന്നു പ്രവർത്തിക്കും. ഓണക്കാല ഷോപ്പിംഗ് ലഘൂകരിക്കാനും ഏറ്റവും തിരക്കേറിയ ഓണ ദിവസങ്ങളിൽ ആവശ്യ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കാനുമുള്ള സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ തീരുമാനം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ആദ്യ ജയം. ടർഫ് മൂറിൽ നടന്ന വാശിയേറിയ മത്സരത്തിൽ ബേൺലിയെ 3-2 തോൽപ്പിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒടുവിൽ പ്രീമിയർ ലീഗ് സീസണിലെ ആദ്യ വിജയം കുറിച്ചു. 95 മിനിറ്റിലെ പെനാൽറ്റി ഗോളാക്കി മാറ്റി ബേൺലിയുടെ ഹൃദയങ്ങളെ തകർത്ത ബ്രൂണോ ഫെർണാണ്ടസ് യുണൈറ്റഡിന് 3 നിർണായക പോയിന്റുകൾ നൽകി. പ്രതിരോധത്തിലെ പിഴവുകളും പാഴായ അവസരങ്ങളും ആതിഥേയരെ അവസാനം വരെ മത്സരത്തിൽ നിലനിർത്തിയെങ്കിലും യുണൈറ്റഡിന്റെ സ്ഥിരതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുകയാണ്. മാനേജർ റൂബൻ അമോറിം ഫലത്തിൽ നിന്ന് ആശ്വാസം കണ്ടെത്തും. അന്താരാഷ്ട്ര ഇടവേളയ്ക്ക് ശേഷം ഈ നാടകീയ വിജയം തങ്ങളുടെ ടീമിന് വഴിത്തിരിവാകുമെന്ന് യുണൈറ്റഡ് ആരാധകർ പ്രതീക്ഷിക്കുന്നു. വാർത്ത തുടരും. സൈനിങ് ഓഫ്.